മീനിടാ. നമ്മുടെ ഈ കടലിൽ ആ തിര വരുന്നുണ്ടോ, ആ തിര വരുന്നതിന്റെ തിര പൊട്ടുന്ന സ്ഥലമുണ്ട് കുറച്ചും കൂടി അപ്പുറത്തോട്ട്. തിര പൊട്ടി ഏതായാലും മീൻപിടുത്തം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഭവം തന്നെയാണ്. വെള്ളത്തിൽ കിടക്കുന്ന സാധനമാണ്, കിട്ടുമോ ഇല്ലയെന്ന് അറിയില്ല. അപ്പോൾ അവനിങ്ങനെ ചൂണ്ടയുടെ അടുത്തൊക്കെ ഇങ്ങനെ വന്ന് അനങ്ങാതെ കിടക്കുകയാണ്. അപ്പോൾ ഏതായാലും ഒരു മീനിന്റെ കഷ്ണം ഇട്ട് കൊടുത്ത് നോക്കാം. അപ്പോൾ ഹലോ ആൻഡ് വെൽക്കം ടു ഷാഹി വ്ലോഗ്സ്. ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം ഇച്ചിരി ഹെവിയാണ്, ഇച്ചിരി നല്ല സൈസ് സാധനമാണ്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്തെങ്കിലും ഒരു ചെറിയല്ല അത്യാവശ്യം ഒരു വലിയ പരിപാടിയായിട്ടാണ് പ്ലാൻ ചെയ്ത് പോകുന്നത്. കിട്ടുമോ ഇല്ലയെന്ന് അറിയില്ല. ഏതായാലും മീൻപിടുത്തം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഭവം തന്നെയാണ്. വെള്ളത്തിൽ കിടക്കുന്ന സാധനമാണ്, കിട്ടുമോ ഇല്ലയെന്ന് അറിയില്ല. കിട്ടിക്കഴിഞ്ഞാൽ കിട്ടി, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ റീല് ഞാനിപ്പോൾ ഏകദേശം ഒരു 500 മീറ്റർ റൈഡ് കയറ്റിയിട്ടുണ്ട്. സമയം ഏകദേശം വൈകുന്നേരം ഒരു 5 മണിയോട് അടുത്തുള്ള സമയമായിട്ട് വരുന്നുണ്ട്. കുറച്ചുകൂടി നേരത്തെ പോകേണ്ടതായിരുന്നു. അപ്പോൾ ഏതായാലും ഞങ്ങൾ ഇന്ന് പോകുന്നത് തെരണ്ടി എന്ന് പറഞ്ഞ മീനെ പിടിക്കണം, അതായത് സ്ട്രിംഗ്രേ എന്നൊക്കെ അറിയപ്പെടുന്ന മീനെ. ഇപ്പോൾ ഈ ടൈമിൽ അത്യാവശ്യം മീൻ കിട്ടുന്നുണ്ടെന്ന് ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ ഇതിനനുസരിച്ചാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ അനീഷും വിനോ കൂടി റൈഡും ലൈനും ഒക്കെ കിട്ടുന്നതിൻ്റെ തിരക്കിലാണ്. ആശാനുണ്ടെന്ന് കെട്ട് ബാക്കിയൊക്കെ എനിക്ക് കിട്ടി തന്നെ. ആശാൻ പോയി. അപ്പൊ ഞങ്ങൾ ഇന്ന് ഷോപ്പിൽ തന്നെ വെച്ച് തെരണ്ടിക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്ത് തുടങ്ങേണ്ടോ. കണ്ടോ, ഇതാണ് സബ്സ്റ്റിംഗർ. പക്ഷെ ഞാൻ ഉപയോഗിക്കുന്നത് ഈ സാധനമല്ല, ഇതൊരു ഹാൻഡ് മെയ്ഡ് ടൈപ്പ് സാധനമാണ്. ഇത് ഹാൻഡ് മെയ്ഡ് ആണോ? അന്ന് നമുക്ക് ഇത് കുറച്ചുകൂടെ വെയിറ്റ് കൂടി തന്നെ. എത്ര വെയിറ്റ്? 115 ഗ്രാമിന്റെ ഒരെണ്ണം. ഇതൊക്കെ അഡീഷണൽ നിങ്ങൾ ചിലപ്പോൾ ചിലർ കണ്ടിട്ടുണ്ടാവും ഒരു ഹുക്കൊക്കെ ഇവിടെ വെക്കുന്നത് നമ്മുടെ ബൈറ്റിൽ ഹുക്ക് ചെയ്ത് തരാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങിക്കുന്നത് ഇങ്ങനെ ഇരിക്കുള്ളൂ, ഉണ്ടാവില്ല. അല്ല, വൈറ്റ് ഹുക്ക് ചെയ്ത് വെക്കാൻ, വൈറ്റ് ഹുക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയുള്ളതാണ്. അതായത് എറിയുമ്പോൾ കാസ്റ്റിംഗ് ഡിസ്റ്റൻസ് കൂടുതൽ കിട്ടാൻ വേണ്ടി. കറക്റ്റ് കാസ്റ്റിംഗ് ഡിസ്റ്റൻസ് കൂടുതൽ കിട്ടും അല്ലേ, തെന്നി പോകില്ല. പിന്നെ ഇതിൻ്റെ സർഫ് സിംഗർ എന്ന് പറഞ്ഞ സാധനമാണ്. ഇത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മൾ മണ്ണിൽ ഇങ്ങനെ വന്ന് കുത്തിയിരിക്കും. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, തിര വരുമ്പോൾ അടിച്ചു പോകാണ്ടിരിക്കുക. ഇങ്ങനെ കുത്തി നല്ല ലോഡിലിരിക്കാൻ വേണ്ടിയാണ്. പലർക്കും അറിയാമായിരിക്കും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ വലിക്കുമ്പോൾ ഇത് ലോക്ക് ഉള്ളല്ലോ, ഇതുപോലെ തുറന്നു വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ യൂസ്. മിക്കവാറും പേര് കണ്ടിട്ടുണ്ടാവും, കാണാത്തവർക്ക് വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കണ്ടോ, ഇങ്ങനെ ഈ 2 ലോക്കും തുറക്കും. ഓക്കെ, ഇത് വെച്ചിട്ട് ടൈറ്റാണ്. കാരണം ഇതൊക്കെ സാധാരണ കടയിൽ വരുന്ന സാധനം അഴിച്ചു കളഞ്ഞിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന സംഭവമാണത്. അതായത് കുടയുടെ കമ്പി ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് ചെയ്തിരിക്കുന്നത്. കുറച്ചും കൂടെയും സ്ട്രോങ് ആയിരിക്കും. കേട്ടോ, ഇപ്പോൾ ലോക്കായി. ഇത് ഫുള്ള് തുറന്ന് കിടക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും കേട്ടോ, ഫ്രീ ആയിട്ട്. ലോക്ക് തുറന്ന് കഴിയുമ്പോൾ മണ്ണിൽ ഇപ്പോൾ ഹുക്ക് ചെയ്ത് പിടിക്കില്ല. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് പോരും. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിലവിലുള്ളത് സൗബിൻ്റെ ഷോപ്പിലാണ്. ഷോപ്പിലിരുന്നുണ്ടായിട്ടേ ഞാനും ഈ മുതലും കൂടെയാണ് പോകുന്നത്. പുള്ളിയില്ല, പുള്ളിക്ക് മടിയാണ്, ചെറിയൊരു മടിയുടെ അസുഖമുള്ള ആളാണ്. മടിയല്ല, രാവിലെ പ്ലാൻ ചെയ്ത ആളാണ്. വന്ന സമയം കണ്ട സന്ധ്യ സമയമായി വന്നപ്പോ. ഇപ്പോഴും കിട്ടുന്നുള്ളൂ. ഇതാണ് ചൂണ്ട പിടിക്കാൻ പോണ ആൾക്കാർ, കണ്ടില്ലേ? അല്ല, ഇങ്ങനെ പോയാലേ മീൻ കിട്ടുള്ളൂ എന്നുള്ളത് വേറൊരു കാര്യമാണ്. 500 മീറ്റർ റൈഡുള്ള 500 മീറ്ററുള്ള റീല് കെട്ടിയാണേ. ഇത് മുഴുവൻ കൈക്ക് ചുറ്റി. അപ്പൊ തന്നെ സമയം പോയി. പിന്നെ വീണ്ടും വേറെ തിരിച്ചു ചുറ്റി. ഏകദേശം 1 മണിക്കൂറോളം സമയം പോയി. അതായത് ഞാൻ ഉപയോഗിക്കാൻ പോണ റീലാണ് അത്. പിന്നെ എൻ്റെ ബാറ്റിൽ 8000 അത്യാവശ്യം ഹെവിയാണ്. ഇനി എത്ര മീറ്റർ റൈഡ് കയറിയുണ്ട്? എത്ര? 500 മീറ്റർ. ഓക്കെ, 500 മീറ്റർ വരെ നമുക്ക് തെരണ്ടീനെ ഓടിച്ചിടാം. നമ്മൾ തെരണ്ടീനെ പിടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം അതിനുള്ള കെട്ടാണ്. ഈ കെട്ടാരെങ്കിലും കണ്ടോ? പ്ലെയറിനെ പിടിക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് സൗബിൻ്റെ ഷോപ്പിലാണ്, സൗബിൻ വിനുവിൻ്റെ ഷോപ്പിൽ, ടാക്കിൾ സ്മിത്തിൽ. അപ്പോൾ ഏതായാലും നമ്മൾ ഇവിടെ നിന്നാണ് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ടു ഷാഹി വ്ലോഗ്സ്. അപ്പോൾ ഇനി നമ്മുടെ സൈഡിൽ ചെന്നിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാണാം. ഫ്രഷ് ആയില്ല ഒന്ന് കാണിച്ചേ. അപ്പോൾ അനീഷ് ഇതേ മീൻ വാങ്ങിക്കാൻ പോയി കയറുന്നു കേട്ടോ. അനീഷ, മീൻ എന്തിനാ ഒന്ന് കാണിച്ചേ? തെരണ്ടീനെ പിടിക്കാൻ. അയില.
നമ്മളപ്പോൾ ഐലൈനാണ് കൊത്തിയിടുന്നത് അല്ലേ? ഓക്കെ. അത് നമ്മള് റോഡും റീലൊക്കെ സെറ്റ് ചെയ്തു, ലൈനൊക്കെ സെറ്റ് ചെയ്തു, എല്ലാം ക്ലിയർ ചെയ്തു. ഇപ്പോൾ ബിന്നുവിന്റെ ഷോപ്പിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി. നമ്മളിപ്പോൾ ഓൺ ദ വേ ആണ്. ഇപ്പോൾ ചുറ്റും കണ്ടാൽ തന്നെ അറിയാൻ പറ്റും കേട്ടോ, രാത്രി ആയി തുടങ്ങി. വീഡിയോ എത്രത്തോളം ക്ലിയർ ആയിരിക്കും എന്ന് അറിയാൻ പാടില്ല. ഇപ്പോൾ ഈ എടുക്കുന്ന വീഡിയോ തന്നെ അത്യാവശ്യം ക്ലാരിറ്റി കുറവായിരിക്കും, കാരണം രാത്രി ആയി തുടങ്ങുന്ന ഒരു സമയമാണ്. ഏതായാലും നമുക്ക് ലൊക്കേഷനിൽ ചെന്നിട്ട് ബാക്കിയുള്ള സെറ്റിംഗ് വീഡിയോസും കാണാം, മീനൊക്കെ കിട്ടുകയാണെങ്കിൽ അതിന്റെ വീഡിയോസും കാണാം. ഇപ്പോൾ ഞാൻ ചൂണ്ട സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അത്യാവശ്യം ഇതാ കണ്ടോ, സമയം രാത്രിയായി തുടങ്ങി. ഇതവിടെ അനീഷ് മീൻ കട്ട് ചെയ്യാണ്. ഒരുപാട് ലെങ്ത് ഉള്ളൊരു പൈപ്പാണ് ഇത്. ലെങ്ത് ഉള്ളത് വെക്കാൻ കാരണം മണ്ണിലേക്ക് ഒരുപാട് ഡെപ്തിൽ ഇറങ്ങിപ്പോകണം. അങ്ങനെ ഇറങ്ങിപ്പോയിട്ട് അതിന് ചൂണ്ട ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴാണ് മീൻ അടിച്ചാൽ ചെറുതായിട്ടൊരു ഫ്ലെക്സിബിൾ ഇങ്ങനെ വരെയും ചൂണ്ട ഇതിൽ നിന്ന് വലിച്ച് മീൻ കൊണ്ടുപോകാണ്ടിരിക്കുകയും ചെയ്യുള്ളൂ. അതല്ല, ഈ വെക്കുന്ന പൈപ്പ് കുറച്ച് സ്ട്രോങ് പൈപ്പ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒടിഞ്ഞു പോകും. അപ്പോൾ കോർക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. മീനിൻ്റെ കണ്ണിൻ്റെ പോർഷനിലേക്ക് അവിടെയാണ് കുറച്ച് ഹാർഡായിട്ട് കിടക്കുന്നത്. ആ കണ്ണിൻ്റെ ആ തലയമേ കൂടി കയറുന്ന രീതിയിൽ, ഒരു പോർഷൻ തലയമേ കൂടി കയറുന്ന രീതിയിൽ. ഓക്കെ, ഇതാ ഇപ്പോൾ ഹുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ കാസ്റ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം ഇപ്പോഴാണ് യൂസ് വരുന്നത്. അതായത് ചെറിയൊരു നാട പോലത്തെ കണ്ടോ, അതിൽ ഇതിങ്ങനെ ചേർത്ത് വെക്കും. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് ഇതിൻ്റെ പരിപാടി. ഈ വെയിറ്റും മീനും ഒരേ ആംഗിളിൽ കിടക്കും. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എറിയുമ്പോൾ നല്ല ഡിസ്റ്റൻസിൽ പോകും. അവിടെ ചെന്ന് ഈ ഫിംഗർ ലോക്കായി കഴിയുമ്പോൾ ഇത് മേന്ന് മീൻ വിട്ടുപോകും. അപ്പോൾ പിന്നെ ഫ്രീ ആയിട്ട് കിടക്കും. അതാണ് ഇതിൻ്റെ ടെക്നോളജി. ഇത് ഫിംഗർ ഗ്ലൗ ആണ്. അതായത് നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ ലൈൻ നമ്മുടെ കയ്യുമ്പോൾ കൊണ്ട് മുറിഞ്ഞു പോകാൻ വരെ ചാൻസ് ഉണ്ട്. നല്ല രീതിയിൽ മുറിയും ചിലപ്പോൾ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഫിംഗർ ഗ്ലൗ ചെയ്യുന്നത് കേട്ടോ. ഇതൊരു ലെതറിൻ്റെ ഗ്ലൗ ആണ് കേട്ടോ. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് 14 ഫീറ്റിൻ്റെ ഒരു റോഡാണ്. അതായത് നല്ല ലോങ് കാസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അങ്ങനെ എവിടെയോ ചെന്ന് വീണിട്ടുണ്ട്. ഏതായാലും ഇനി വെയിറ്റിംഗ് ടൈം. അപ്പോൾ സംഗതി ചൂണ്ടയൊക്കെ സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. മീൻ അടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ ഒരു മതിലാണ് ഈ കാണുന്നത്. ആ മതിലിൻ്റെ സൈഡിൽ വെയിറ്റ് ചെയ്യാം. ഇത് സംഭവം എന്താണെന്ന് മനസ്സിലായോ? അനീഷ് വാങ്ങിച്ചുകൊണ്ടതാണ് പപ്പടവട. അതായത് കടൽ കണ്ടോ, അത്യാവശ്യം ഇരുട്ടായി വന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ ചൂണ്ട അത് ആ ഭാഗത്ത് കുത്തി വെച്ചിട്ടുണ്ട്. ഒരെണ്ണം ഇവിടെയും കുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ 2 ചൂണ്ടയാണ് കുത്തി വെച്ചേക്കണേ. അതും ഈ പപ്പടവടയും കഴിച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് മീനടിക്കണമെന്ന് നോക്കി. എങ്ങനെയാണ് തെരഞ്ഞു കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ നമ്മുടെ ഈ കടലിൽ ആ തിര വരുന്നുണ്ടോ, ആ തിര വരുന്നതിൻ്റെ തിര പൊട്ടുന്ന സ്ഥലമുണ്ട് കുറച്ചും കൂടി അപ്പുറത്തോട്ട്. തിര പൊട്ടി മേളിലോട്ട് വരുന്ന കണ്ടോ, ആ സ്ഥലം കണ്ടോ, അതിനപ്പുറത്തേക്ക് നമ്മൾ കാസ്റ്റ് ചെയ്ത് ഇട്ടാലാണ് മീനെ കൂടുതൽ കിട്ടാൻ ചാൻസ് കൂടുതൽ. കാരണം കൂടുതലായിട്ട് ഫീഡിങ്ങിന് വേണ്ടി തെരണ്ടികൾ ആ തിര പൊട്ടുന്നതിൻ്റെ അപ്പുറത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലോങ് കാസ്റ്റിൽ അപ്പുറത്ത് എറിഞ്ഞെത്തിച്ചിട്ട് ഞാൻ മിക്കവാറും ഒരു 99% മീനടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഇവിടെ ചൂണ്ടയിട്ട് പിടിക്കുന്നതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു പട്ടി വന്ന് കിടക്കുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള പട്ടി, അത്യാവശ്യം വലിയ പട്ടിയാണ്. അതെനിക്ക് തോന്നുന്നു ആരോ വളർത്തുന്ന പട്ടിയായിരുന്നു തോന്നുന്നു. അതിന് ആരോ ഇവിടെ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയേക്കെന്താ, കണ്ടറിയാൻ അതിന് അത്യാവശ്യം സൈസുള്ള പട്ടിയാണ്. അത് നല്ല അനുസരണയുണ്ട്. അപ്പോൾ ഞങ്ങൾ മീനൊക്കെ ഇവിടെ കൊണ്ടു വെച്ചിട്ട് അടുത്ത് വന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ട് അത് കഴിക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ അവനിങ്ങനെ ചൂണ്ടയുടെ അടുത്തൊക്കെ ഇങ്ങനെ വന്ന് അനങ്ങാതെ കിടക്കുകയാണ്. അപ്പോൾ ഏതായാലും ഒരു മീനിൻ്റെ കഷ്ണം ഇട്ട് കൊടുത്ത് നോക്കാം. നമുക്കൊരു അയിലയുടെ പീസ് ഇട്ട് കൊടുക്കാം, കഴിക്കാൻ നോക്കാം. ആണോ? അവൻ വാലാട്ടണം കേട്ടോ. പട്ടികൾക്കുള്ള ഏറ്റവും വലിയൊരു ഇതാണ്, ആ സ്നേഹം കാണിക്കുന്നത് വാലാട്ടുന്നതാണ്. കാരണം അവൻ്റെ അത്യാവശ്യം സൈസൊക്കെ കണ്ടോ, നല്ല. നമ്മൾ ഈ മീനെ പിടിച്ച് കഴിഞ്ഞിട്ട് പോകുമ്പോൾ ബാക്കി വരുന്നത് നമുക്ക് മീനെ ഇവന് ഇട്ട് കൊടുക്കാം. ഏതായാലും അവൻ അത്ര നേരം ഇവിടെ നിൽക്കുമെന്നറിയാം. കുറേ നേരമായിട്ട് നമ്മുടെ അടുത്ത് തന്നെ വന്ന് നിൽക്കേണ്ടോ. കണ്ടോ, നമ്മൾ മീനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കാണ്. തുറന്ന് വെച്ചിട്ട് ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ അവിടെ തന്നെ ഇരുന്നു, ഇത് വന്ന് എടുക്കുകയോ ഒന്നും ചെയ്തില്ല. അവിടെ ഇരുന്നോടാ, കുറച്ച് കഴിഞ്ഞിട്ട് തരാം ബാക്കിയുള്ളത്. മീനിടാ എന്താ നീഷേ? അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഒന്നാമത്തെ മീൻ അടിച്ചിട്ട് മിസ്സായി.
അതാ മീനടിച്ച് വിട്ടപ്പോഴേ വള്ളി ലൂസായി പോയി. മിസ് എന്താ മീൻണ്ടാ? മീനൊന്നുമില്ല. പോയി തെരണ്ടി. എന്റെ മോനെ ഇത്ര നേരം ചപ്പാണെന്ന് പറഞ്ഞ് വലിച്ചു കയറ്റിയതാണ് തെരണ്ടി. എന്താ ഹരീഷേ, ഒരു അനക്കമില്ലാണ്ട് കയറി വന്നു. ഒരുപാട് വലുതല്ല, ചെറുതാണ്. ഉണ്ടോ? ഓ ഫസ്റ്റ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്യാച്ച് ഒരു കുഞ്ഞൻ തെരണ്ടി. ഒരുപാട് വലുതല്ല കേട്ടോ, ചെറുതാണ്. അപ്പൊ ഏതായാലും തെരണ്ടി അടിക്കുമെന്ന് മനസ്സിലായി. അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇട്ടിട്ട് വേണം നമ്മൾ തെരണ്ടീനെ പിടിക്കാൻ വേണ്ടി. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ വാലിൽ ഒരു ചെറിയ മുള്ളുണ്ട്. ചെറുതല്ല, അത്യാവശ്യം ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു മുള്ളുണ്ട് കേട്ടോ. ഇതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു മുള്ളാണിത്. അപ്പോൾ ഈ മുള്ള് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പെയിനായിരിക്കും. ഓക്കെ. അപ്പോൾ തെരണ്ടീനെ കിട്ടി ആദ്യം ചെയ്യേണ്ട പരിപാടിയാണ് മുള്ള് ഒടിച്ചു കളയൽ. ആ മുള്ള് എന്ത് ഇവിടെ ഇങ്ങനെ ഉണ്ടാ. അങ്ങനെ അലക്ഷ്യമായിട്ട് ശരിക്കും വലിച്ചെറിയാൻ പാടില്ല. കാരണം മറ്റൊന്നുമല്ല, കാൽമേയൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല പണിയായിരിക്കും. അപ്പോൾ റീൽ ഏതാണ് ഈശേ? സർഗോസ 8000. ഇത് ഇന്നത്തെ ഫസ്റ്റ് ക്യാച്ചാണോ? ഫസ്റ്റ് ക്യാച്ച്. ഒരുപാട് വലുതല്ലെങ്കിലും ഒരു തെരണ്ടി. ഇവരുടെ അത്യാവശ്യം തലഭാഗത്താണ് ഹുക്ക് കയറി, അതാണ് ഇത്രയും ബ്ലഡ് വരുന്നത് കേട്ടോ. ഹാപ്പിയാണോ? ഹാപ്പി, വളരെ ഹാപ്പി. ഒരുപാട് നേരം ഒന്നും ആയിട്ടില്ലല്ലോ. 10-15 മിനിറ്റ് ആയിട്ടുള്ളൂ നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും മീൻ അടിച്ച്. അപ്പോൾ സമയം ഏകദേശം ഒരു 10 മണിയോട് അടുത്ത് സമയമായി. അപ്പോൾ നമ്മുടെ മീനിൻ്റെ മീൻപിടുത്തമൊക്കെ നിർത്തി. അപ്പോൾ ബാക്കിയുള്ള മീൻ നമ്മൾ ആ പട്ടിക്കിട്ട് കൊടുക്കുകയാണ്. പാടാ അതിൻ്റെ വാലാട്ടിലുണ്ടോ? അത്യാവശ്യം നല്ല സൈസുള്ള ഒരു പട്ടിയാണ് കേട്ടോ, നല്ല സൈസ് ഉണ്ട്. അവൻ്റെ അവൻ മിക്കവാറും ഇങ്ങനെ ആയിരിക്കും ജീവിക്കുന്നതും. ഇവിടെ ഉള്ള ചൂണ്ടക്കാരൊക്കെ വന്നിട്ട് അവൻ മീനെ കിട്ടാണ്ട് വന്നു കഴിയുമ്പോൾ ബാക്കി ഇരയായിട്ട് കൊണ്ടുപോയി ആ പ്ലാസ്റ്റിക് അങ്ങനെ എടുത്തോ. നമ്മൾ പ്ലാസ്റ്റിക് ഒരിക്കലും അങ്ങനെ ഇടരുത്, ശരിയല്ലേ? അങ്ങോട്ടാ ആ കത്തി കഴുകാൻ. ഓക്കെ ഫൈൻ. അവൻ കഴിക്കുന്ന അത്രയും നേരം അവൻ വാല ആട്ടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. നല്ല മുഴുത്ത പട്ടി കേട്ടോ, നല്ല എന്ത് സൈസ് പട്ടിയാന്ന് നോക്കി. ആരോ വളർത്തിയിരുന്ന പട്ടി തന്നെയാണ്. ഏതായാലും തീർന്നുപോയി. പൊക്കോ പോ. ഫുള്ള് തുറന്നു കഴിയുമ്പോൾ ഇങ്ങനെ കിടക്കും കേട്ടോ, ഫ്രീ ആയിട്ട് കിടക്കും. നല്ലടാ ഇത് ഫുള്ള്. ഒരു സെക്കൻഡ് അപ്പൊ ഇത് ഞാൻ മറന്നു കിട്ടുക. വെള്ളത്തിൽ കിടക്കുന്ന സാധനമാണ്, കിട്ടുമോ ഇല്ലയെന്ന് അറിയില്ല. കിട്ടി കഴിഞ്ഞാൽ കിട്ടി, അത്രേ ഉള്ളൂ. കൈ ഫ്രണ്ടിൽ വന്നാ. അയ്യോ കൈ ഫ്രണ്ടിൽ വന്നല്ലേ? അല്ല ആ കൈ കണ്ട അങ്ങനെ ശരി. ഇന്ന് ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത് കണ്ടോ, പെൻ ബാറ്റിൽ 8000. അത്യാവശ്യം 3000. 8000. നല്ല സ്നേഹമല്ല, പോകുമ്പോ കൊണ്ടായാലോ. ചെള്ളു രോഗത്തിന്റെ അല്ല, ഏതായാലും വീട്ടിൽ ചെല്ലുമ്പോ പെണ്ണുമ്പുള്ള തല്ലും. പട്ടീനെ കണ്ട ചിലപ്പോ തല്ലും പേടിച്ചിട്ട്.